പ്രതീക്ഷകളുടെ കൊടുമുടിയിലായിരുന്നു അവർ വന്നത്. പേപ്പർ നോക്കിയാൽ ചരിത്രത്തിലെ ഏറ്റവും മികച്ച പോർച്ചുഗീസ് പട, ഓരോ പൊസിഷനിലും ലോകത്തിലെ ഏറ്റവും ഡിമാൻഡുള്ള സൂപ്പർ താരങ്ങൾ. പലരും വരുന്നത് തകർപ്പൻ ക്ലബ്ബ് സീസണിന് ശേഷം. ഗോൾവലക്ക് മുന്നിൽ കാവലായി ഡിയേഗോ കോസ്റ്റ, പ്രതിരോധത്തിൽ വൻമതിലായി റൂബൻ ഡയസ്, മധ്യനിരയിൽ കളിമനയാൻ ബ്രൂണോ മഗ്നിഫിസോ, ഒപ്പം PSG വിട്ടീഞ്ഞയും ജാവോ നെവസും, ആക്രമിച്ചു കയറാൻ റാഫേലിയാവോയും ബെർണാഡോ സിൽവയും, ഒപ്പം ദ ഗ്രേറ്റ് CR7. ഫുട്ബോളിൽ അയാൾക്ക് ഇനിയും കിട്ടാത്തതായി ഒന്നേയുള്ളൂ. ഇതയാൾക്ക് എല്ലാം ഒത്തുവന്ന സമയമെന്നും അയാൾ ലോകകപ്പ് നേടിയാൽ അത്ഭുതപ്പെടാനില്ലെന്നും എല്ലാവരും കരുതി. പക്ഷേ ഇതെല്ലാം ഈ ടൂർണമെൻറ്റ് തുടങ്ങും വരെ മാത്രം. അമേരിക്കയിൽ കളി തുടങ്ങിയതു മുതൽ നമ്മൾ കണ്ടത് കടലാസ് പുലികളെയാണ്. ഒടുക്കമിതാ ചാഞ്ഞും ചെരിഞ്ഞും പോയിരുന്ന പോർച്ചുഗീസ് കപ്പൽ സ്പാനിഷുകാർക്ക് മുന്നിൽ വീണിരിക്കുന്നു. ഡാലസിൽ അവസാന വിസിലുതിർന്നപ്പോൾ പൊട്ടിക്കരയുന്ന റോണോയെയാണ് നാം കണ്ടത്. വികാരാധീനനായി റോണോ ഗാലറിയെ അഭിവാദ്യം ചെയ്യുമ്പോൾ തന്നെ ലെമീൻ യമാൽ അപ്പുറത്ത് അതീവ സന്തോഷത്തോടെ കൈകൾ ഉയർത്തുന്നുണ്ടായിരുന്നു. ഇരുവരെയും ക്യാമറാമാൻ മാറി മാറി കാണിച്ചുകൊണ്ടേയിരുന്നു. യെസ്, ഇനിയൊരു തിരിച്ചുവരവില്ലാത്ത ടൂർണമെൻറ്റിൽ നിന്നും മുഖം കുനിച്ച് അയാൾ തിരിച്ചു നടന്നിരിക്കുന്നു. നമ്മുടെയെല്ലാം കാൽപന്ത് രാത്രികളെ മനോഹരമാക്കിയ ഒരു യുഗം കൂടി തിരിച്ചു നടക്കുന്നു. ഇല്ല, ദേശീയ ടീമിൽ നിന്ന് പൂർണ്ണമായി വിരമിക്കുന്ന കാര്യം ഇനിയും അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടില്ല. തോൽവിക്ക് ശേഷം വൈകാരിക തീരുമാനങ്ങൾ എടുക്കില്ലെന്നും കുടുംബത്തോടൊപ്പം സമയം ചെലവിട്ട ശേഷം ശാന്തമായി ആലോചിച്ച ശേഷം മാത്രമേ തീരുമാനമെടുക്കൂ എന്നുമാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. ഒരുപക്ഷേ സ്വന്തം ജനതയ്ക്ക് മുന്നിൽ ഒരു പടിയിറക്കം അയാൾ ആഗ്രഹിക്കുന്നുണ്ടാകാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു മൈൽസ്റ്റോൺ. ലോകകപ്പിൽ നിന്നും ഇങ്ങനെയൊരു പടിയിറക്കമല്ല അദ്ദേഹം ആഗ്രഹിച്ചതെന്ന് ആ കണ്ണീർ തന്നെ പറയുന്നുണ്ട്. എന്തുകൊണ്ട് പോർച്ചുഗൽ സ്പെയിനിനോട് തോറ്റു? കാരണം വ്യക്തമാണ്. സ്പെയിനിൻ്റെ മധ്യനിര കളി പൂർണ്ണമായും നിയന്ത്രിച്ചു. റോഡ്രിയും പെഡ്രിയും ചേർന്ന് പോർച്ചുഗലിൻ്റെ കാലുകളിലേക്ക് പന്ത് കിട്ടാതെ ലോക്ക് ചെയ്തു. വിട്ടീഞ്ഞയും നെവസും മധ്യനിരയിൽ ശ്വാസം മുട്ടി. ബ്രൂണോ ഫെർണാണ്ടസ് കളിച്ചു തീർത്തത് തൻ്റെ കരിയറിലെ തന്നെ ഏറ്റവും മോശം മത്സരങ്ങളിലൊന്നാണ്. പക്ഷേ പോർച്ചുഗൽ പ്രതിരോധം 90 മിനിറ്റും കട്ടക്ക് പിടിച്ചു നിന്നിട്ടുണ്ട്. ഡിയേഗോ കോസ്റ്റയും റൂബൻ ഡയസും ജീവൻ കൊടുത്തും പൊരുതി നോക്കി. എന്നാൽ അറ്റാക്കിങ്ങോ അത് വെറും പേരിന് മാത്രമായിരുന്നു. 90 മിനിറ്റിൽ റൊണാൾഡോക്ക് പന്ത് തൊടാനായത് വെറും 19 വട്ടം മാത്രം. ഈ ലോകകപ്പിൽ ഒരു ഗോൾ പോലും കൺസീഡ് ചെയ്യാതെ നിൽക്കുന്ന സ്പാനിഷ് പ്രതിരോധത്തെ ഭേദിക്കാൻ യാതൊരു പ്ലാനും അവർക്കില്ലായിരുന്നു. അവരെ ഭേദിക്കാൻ പോകുന്ന വേഗതയേറിയ നീക്കങ്ങളൊന്നും കണ്ടില്ല. പോർച്ചുഗലിൻ്റെ പാസസ് പെർ ഡിഫൻസീവ് ആക്ഷൻ നിരക്കുകൾ പരിശോധിച്ചാൽ അത് കൃത്യമായി മനസ്സിലാകും. രണ്ടാം പകുതിയിൽ സ്പെയിനിൻ്റെ ഗോൾ പോസ്റ്റിലേക്ക് ഒരൊറ്റ ഷോട്ട് പോലും ഉതിർക്കാനായില്ല എന്നത് തന്നെ അവരുടെ പ്ലാനിങ്ങിൻ്റെ ദയനീയത കാണിക്കുന്നു. സ്പെയിൻ പ്ലാൻ ചെയ്ത് കളിച്ചപ്പോൾ പോർച്ചുഗൽ വെറുതെ പ്രതിരോധിച്ചു നിന്നു. ഒടുവിൽ ഇഞ്ചുറി ടൈമിൽ ആ പ്രതിരോധ കോട്ടയും തകർന്നു. ന്യൂനോ മെൻഡസിന് പരിക്കേറ്റ് പുറത്തു പോകേണ്ടി വന്നതും അവർക്ക് കനത്ത തിരിച്ചടിയായി. മത്സരത്തിൽ സ്പെയിൻ കോച്ച് ലാഫുവൻ്റെ കൃത്യമായ സമയത്ത് വരുത്തിയ മാറ്റങ്ങൾ കളി തിരിച്ചു എന്ന് പറയാം. സബ്സ്റ്റിറ്റ്യൂട്ടുകളായി വന്ന ഫെറാൻ ടോറസും മിഖേൽ മെറീനോയും ചേർന്ന് നടത്തിയ ആ നീക്കമാണ് പോർച്ചുഗലിൻ്റെ നെഞ്ച് തകർത്തത്. മറുവശത്ത് റാഫേലിയാവോയും ബെർണാഡോ സിൽവയും കോൺസെയ്സാവുമെല്ലാം വന്നെങ്കിലും മാർട്ടിനസിൻ്റെ തന്ത്രശൂന്യത കാരണം അവർക്കൊന്നും ചെയ്യാനായില്ല. അതെ, പോർച്ചുഗലിൻ്റെ തോൽവിയുടെ യഥാർത്ഥ ഉത്തരവാദി കളിക്കാരല്ല, കൊച്ച് റോബർട്ടോ മാർട്ടിനസ് തന്നെയാണ്. ഈ ലോകകപ്പിലെ പോർച്ചുഗലിൻ്റെ യാത്ര ഒന്ന് ഓർത്തു നോക്കൂ. ആദ്യ കളിയിൽ DR കോങ്കോയോട് വിറച്ചു നേടിയ സമനിലയിൽ തുടക്കം. ആ മത്സരം തന്നെ ഒരു സൂചനയായിരുന്നു. പിന്നീട് ഉസ്ബെക്കിസ്ഥാനെ 5-0 തോൽപ്പിച്ചത് നേർത്ത പ്രതീക്ഷ നൽകിയെങ്കിലും കൊള്ളാവുന്നൊരു ടീമിനെ കിട്ടിയതോടെ ദൗർബല്യങ്ങളെല്ലാം പുറത്തായി. ക്രൊയേഷ്യക്കെതിരെ ജയിച്ചെങ്കിലും ഒട്ടും ആധികാരികമായിരുന്നില്ല. ഒരു നിമിത്തം കൊണ്ട് മാത്രമാണ് ജയിച്ചു കയറിയത്. മാർട്ടിനസിന് കൃത്യമായ ഒരു പ്ലാൻ ഇല്ലായിരുന്നു. റൊണാൾഡോ എന്ന ബ്രാൻഡിനെ അദ്ദേഹം ഭയന്നു. അല്ലെങ്കിൽ റൊണാൾഡോയുടെ കളിശൈലിക്കനുസരിച്ച് ടീമിനെ മാറ്റാൻ അദ്ദേഹത്തിനായില്ല. കഴിഞ്ഞ ലോകകപ്പിൽ ഹാട്രിക് അടിച്ച പോയ മത്സരത്തിൽ വിന്നിംഗ് ഗോൾ നേടിയ ഗോൺസാലോ റാമോസിനെ സ്പെയിനിനെതിരെയുള്ള നിർണായക മത്സരത്തിൽ 1 മിനിറ്റ് പോലും അദ്ദേഹം കളത്തിലിറക്കിയിട്ടില്ല. ഇതാദ്യമായല്ല മാർട്ടിനസ് ഒരു സുവർണ തലമുറയെ നശിപ്പിക്കുന്നത്. ബെൽജിയത്തിൻ്റെ ഗോൾഡൻ ജനറേഷനെ കൊന്നതിൻ്റെ പാപഭാരം മാറും മുമ്പേ അടുത്ത സുവർണ തലമുറയെയും നശിപ്പിച്ചു എന്ന വല്ലാത്തൊരു പേര്. പ്രീമിയർ ലീഗിൽ വിഗാൻ അത്ലറ്റിക്സ്, സോൺസി സിറ്റി, എവർട്ടൺ എന്നിവർക്കൊപ്പമുള്ള മികച്ച പ്രകടനങ്ങളുടെ ബലത്തിലാണ് മാർട്ടിനസ് ബെൽജിയത്തിൻ്റെ കുപ്പായമണിയുന്നത്. ഡിബ്രൂനെയും ഹസാർഡും കൊമ്പനിയും ലുക്കാക്കുവുമെല്ലാം പ്രൈം ടൈമിലായിരുന്ന കാലത്ത് ബെൽജിയത്തെ നയിക്കുകയെന്ന ഭാഗ്യനിയോഗം. 2018 ലോകകപ്പിൽ ബെൽജിയത്തെ 3-ാം സ്ഥാനത്തെത്തിച്ചു എന്നത് മാറ്റിയാൽ പിന്നീടെല്ലാം ശോകമായിരുന്നു. 2020 യൂറോയിൽ ക്വാർട്ടറിലും ഖത്തറിൽ ഗ്രൂപ്പ് സ്റ്റേജിലും ബെൽജിയം മടങ്ങിയതോടെ സ്ഥാനം തെറിച്ചു. ആ ദുരന്തം തന്നെയാണ് അദ്ദേഹം പോർച്ചുഗലിലും ആവർത്തിച്ചത്. തന്ത്രങ്ങളുടെ പരാജയം, പുതിയ കോമ്പിനേഷനുകൾ പരീക്ഷിക്കാനുള്ള ഭയം, ഒത്തൊരുമയില്ലാത്ത കളി, ഇതൊക്കെയാണ് മാർട്ടിനസിൻ്റെ കാലത്ത് നാം കണ്ടത്. റൊണാൾഡോയുമായി മികച്ച റാപ്പോ ഉണ്ടാക്കിയെന്നത് നേരാണ്. പക്ഷേ 2024 യൂറോ കപ്പിലെ ക്വാർട്ടർ തോൽവിക്ക് ശേഷവും മാർട്ടിനസ് കാര്യമായി ഒന്നും പഠിച്ചില്ല.
2025 നാഷൻസ് ലീഗ് ജയിച്ച് നേർത്ത പ്രതീക്ഷ നൽകിയെങ്കിലും ഈ ലോകകപ്പ് അയാളുടെ ദൗർബല്യങ്ങളെല്ലാം വ്യക്തമാക്കി തന്നു. പക്ഷേ സ്പെയിനിനെതിരെ നന്നായി കളിച്ചെന്നും ഈ ലോകകപ്പിലെ തങ്ങളുടെ ഏറ്റവും മികച്ച പെർഫോമൻസ് ആണെന്നുമാണ് അദ്ദേഹം പറയുന്നത്. പിന്നാലെ സ്ഥാനം രാജിവെച്ച് പടിയിറങ്ങി പോകുകയും ചെയ്തു. ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന ഇതിഹാസത്തിൻ്റെ യാത്ര ലോകകപ്പില്ലാതെ അവസാനിക്കുകയാണ്. പോർച്ചുഗൽ എന്ന രാജ്യത്തെ ഫുട്ബോൾ ഭൂപടത്തിൽ തിളക്കത്തോടെ അടയാളപ്പെടുത്തിയ ലെജൻഡിന് നന്ദി.